ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വിശേഷം രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അതിന്റെ ബാലൻസ് ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മോൻ ആദി ഹോസ്പിറ്റലിലാണ്. നമ്മുടെ സച്ചിയും രേവതിയും ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും കൂടി എല്ലാ സഹായവും ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ ശ്രുതിയുടെ അമ്മയ്ക്ക് ഇവർ നിൽക്കുന്നതിൽ താല്പര്യമൊന്നുമില്ല. ശ്രുതിക്ക് ഇങ്ങോട്ടേക്ക് വരണമല്ലോ. ശ്രുതിനെ വിളിച്ചു പറഞ്ഞു കേട്ടോ, കാര്യങ്ങളൊക്കെ ശ്രുതിനെ വിളിച്ചറിയിച്ചു. അപ്പൊ ശ്രുതി ഇപ്പൊ വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി ഒരു ട്രിക്കൊക്കെ ഇട്ടിട്ടാണ് ശ്രുതിയുടെ അടുത്ത് നിന്ന് ഇറങ്ങുന്നത്. കുറച്ച് കെറ്റിൽസ് ഒക്കെ കുറച്ച് ഹോസ്പിറ്റലിലും സ്കൂളിലൊക്കെ ഇങ്ങനെ കൊണ്ട് കൊടുക്കാം. അപ്പൊ ഇവരുടെ പരസ്യവും ആകും അല്ലോ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്ത് ഐറ്റംസ് ഒക്കെ എടുക്കണേലും അവർ നമ്മുടെ കടയിൽ തന്നെ വന്ന് എടുക്കൂലോ. അതൊരു ചെറിയൊരു ബിസിനസ് ട്രിക്കാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അത് സമ്മതിച്ചു കേട്ടോ. അങ്ങനെ ശ്രുതി ഹോസ്പിറ്റലിലാണ് ആദ്യം പോകുന്നത്. ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സച്ചി രേവതിയും കാണുമെന്നറിയാം. അപ്പൊ ഈ കെറ്റിൽ കൊടുക്കാൻ വന്നതാണെന്ന് പറയാമല്ലോ ഹോസ്പിറ്റലിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കെറ്റിലൊക്കെ ആയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടടിച്ച് പോകുന്നത്. ഈ സമയത്താണെങ്കിൽ ഡോക്ടർ വരുന്നുണ്ട്. ആ കുട്ടി ഒരു ചെറിയൊരു ആക്സിഡന്റിൽ പെട്ടതായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഓപ്പറേഷൻ വേണ്ടെന്നാട്ടോ പറയുന്നത് ഡോക്ടറെ. ഞരമ്പിനെ ഒന്നും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു 2 ദിവസം ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് ഒരു 2 ദിവസം 3 ദിവസം അഡ്മിറ്റ് ആക്കിയിട്ട് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടാമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അപ്പൊ രേവതി സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ രേവതിയോട് സച്ചിയോടും വീണ്ടും വീണ്ടും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ്, ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോ, വെറുതെ എന്തിനാ നിങ്ങളുടെ സമയം കളയുന്നത്, ഇവിടെ നിൽക്കണ്ടെന്ന് പറയാണ്. അപ്പം രേവതി പറഞ്ഞു, അത് സാരമില്ല, ഏതായാലും ഞങ്ങളുടെ ഇന്നത്തെ കച്ചവടം എൻ്റെ ഇന്നത്തെ കച്ചവടം പോയതാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു ദിവസം പൂവിറ്റില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ രാവിലെ എടുത്തെങ്കിലല്ലേ പൂവിറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമുള്ളൂ. ഞാൻ രാവിലെ പൂ പോയി എടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇന്ന് വലിയ നഷ്ടമൊന്നുമില്ല, നമുക്ക് നഷ്ടവും വരുന്നില്ല ലാഭവും വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ രേവതിയും സച്ചിയും സ്പോട്ടിൽ തന്നെയുണ്ട്. അപ്പൊ ശ്രുതിക്ക് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണം. അങ്ങനെയാണ് ആ കെറ്റിൽ കൊടുക്കാനായിട്ട് അവിടെ മാനേജറെ കണ്ട് സംസാരിക്കാനായിട്ടാന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ എത്തുകയാണ് ഹോസ്പിറ്റലിൽ കേട്ടോ. അങ്ങനെ ശ്രുതി ഹോസ്പിറ്റലിൽ വന്നു. അവിടെ വന്ന ഒരാളെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ മാനേജർ എങ്ങാണ്ടായിരുന്നു. മാനേജറും MD-നെയും അങ്ങാണ്ട് കണ്ടിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരും പറഞ്ഞു, വളരെ ഉപകാരമായ കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ ശ്രുതി പറയാണ്, എന്നാ പിന്നെ ഞാൻ പേഷ്യൻസിനെയൊക്കെ ഒന്ന് പോയി കണ്ടോട്ടെ, വാർഡിലൊക്കെ പോയി ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനിപ്പോൾ എന്താ, പോയി പരിചയപ്പെടുത്തിക്കോളാൻ പറയുകയാണ്. അങ്ങനെ ഈ കെറ്റിലൊക്കെ ആയിട്ട് വാർഡിലേക്ക് ചെല്ലുമ്പം അവിടെ കാണുമല്ലോ നമ്മുടെ ശ്രുതിയുടെ മോന്. അപ്പൊ ശ്രുതിക്ക് കാണാമല്ലോ. അപ്പം അങ്ങനെ വാർഡിലേക്ക് കയറാൻ വേണ്ടി അവിടെ ഒരു സിസ്റ്റർ നിന്നപ്പോഴത്തേക്ക് ആ സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, അല്ലെ ഇവിടെ കുട്ടികളുടെ വാർഡ് ഏതാന്ന് ചോദിച്ചപ്പോൾ അതാന്ന് പറഞ്ഞൊരു വാർഡ് ചൂണ്ടിക്കാണിച്ചപ്പം അവിടെ ചെന്നപ്പം നമ്മുടെ ആദിമോൻ അവിടെ ഇല്ല കേട്ടോ, ആ വാർഡിലല്ലായിരുന്നു. എങ്കിലും അവിടെ ഇങ്ങനെ പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ, അതിനായിട്ടാണല്ലോ നമ്മുടെ ശ്രുതി വന്നിരിക്കുന്നത്, അങ്ങനെ അറിയിക്കണമല്ലോ. അപ്പം അതിങ്ങനെ പരിചയപ്പെടുത്തി, അവിടെ ഇല്ല. അപ്പം പറഞ്ഞു, ഇവിടെ വേറെ വാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത്രയും കുറച്ച് കുട്ടികൾ കിടപ്പുണ്ട്, അത്രയും കുട്ടികളുടെ വാർഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നത് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ മുമ്പിലേക്കാണ് ചെന്ന് ശ്രുതി ചാടുന്നത്. അപ്പൊ സച്ചി പെട്ടെന്ന് ഞെട്ടിപ്പോയി. സച്ചി ചോദിച്ചു, ഇതെന്താ ശ്രുതിയുടെ അടുത്ത് ഇവിടെ എന്ത് പറ്റി, അവരുടെ അടുത്ത് ഈ ഹോസ്പിറ്റലിൽ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാനിവിടെ വന്നത്. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? ഓ, വീട്ടിൽ നല്ല രാവിലെ എടുത്തി പോകുന്നത്, രേവതിക്ക് നല്ല പനി ഉണ്ടായിരുന്നെന്ന് അറിയാലോ, അതുകൊണ്ട് രേവതിനെ കാണിക്കാൻ വേണ്ടി വന്നതാ. അല്ല, എന്നിട്ട് രേവതിനെ കാണിച്ചോ? കാണിച്ചു. എന്നിട്ട് പോവാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് താമസമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളങ്ങ് പോകുമല്ല. ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഏടത്തി എന്താ ഇവിടെ? അത് പിന്നെ ഞങ്ങളെ കടയുടെ കുറച്ച് പരസ്യവും പ്രമോഷനൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ബിസിനസ് അവിടെ തന്നെ കടയിൽ തന്നെ ഇപ്പോൾ ഒതുക്കുക എന്നുള്ളത് അത് പ്രാക്ടിക്കലായ കാര്യമല്ല. അപ്പം നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് അവരെ നമ്മൾ ക്യാൻവാസ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഞാൻ 2-3 കെറ്റിലൊക്കെ ആയിട്ടാണ് വന്നത്. ഇതിവിടെ വിറ്റ് കഴിയുമ്പോഴത്തേക്കും, ഇതിവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇനി എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ തന്നെ വന്ന് മേടിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ, ബിസിനസ് ട്രിക്കൊക്കെ ഏടത്തിക്ക് നന്നായിട്ട് അറിയാലോ. അതേതായാലും കലക്കിയിട്ടുണ്ട്. ഇങ്ങനെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം പൗഡറെടുത്തി. എന്നിട്ട് വേണം എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപ ആ കള്ള സുധീനെ കൊണ്ട് മേടിപ്പിക്കാനായിട്ട്. എന്തിനാ വെറുതെ ഇവിടെയും സുധിയുടെ കാര്യം എടുത്തിടുന്നത്? ഞാൻ ഇതൊക്കെ ഒന്ന് കൊണ്ട് നടന്ന് വിക്കട്ടെന്നല്ല, കാണിക്കട്ടെ. ഈ വാർഡിലേക്ക് ഞാൻ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ? ഈ വാർഡിലെ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, എൻ്റെ താലിമാറ്റൽ ചടങ്ങിന് അന്ന് ഒരു കുട്ടി അമ്മയും വന്നത് ഓർക്കുന്നുണ്ടോ ശ്രുതി എന്നിങ്ങനെ രേവതി ചോദിച്ചപ്പോഴത്തേക്കും, അതാരാ, എനിക്ക് മനസ്സിലായില്ല. അല്ല, എൻ്റെ താലിമാറ്റൽ ചടങ്ങിൽ അന്ന് ഒരു കുട്ടിയും ആ കുട്ടിയുടെ മുത്തശ്ശിയും കൂടെ വന്നു.
നാട്ടിൽ നിന്ന് ഓർമ്മയില്ലേ? ആ ആ ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട്. ആ അവര് ഇവിടെ കിടപ്പുണ്ട്. അതെന്താ അവരിവിടെ കിടക്കുന്നത്? അതെ, ആ കൊച്ചിനെ ഒരു ആക്സിഡന്റ് പറ്റി. അപ്പം കണ്ണിന്റെ എങ്ങാണ്ട് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അപ്പം അവരുടെ നാട്ടില് ഹോസ്പിറ്റലിൽ അത്രയ്ക്ക് സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ഹോസ്പിറ്റൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് റിഫർ ചെയ്താണ്. അതുകൊണ്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും കുട്ടിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ഏതായാലും പോകുമ്പം ആ കുട്ടീനെയും കൂടി ഒന്ന് കയറി കണ്ടേരെ എന്നിങ്ങനെ രേവതി പറഞ്ഞപ്പോഴത്തേക്കും എന്നാ പിന്നെ ഞാൻ പോക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചു പറഞ്ഞു, അതെ പൗഡർ എടുത്തി ഒന്ന് നിന്നേ. അപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ നമ്മുടെ ശ്രുതി. പൗഡർ എടുത്തി ഒന്ന് നിന്നേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ വല്ല സത്യം പറഞ്ഞിട്ടാണോ എന്ന് അറിയില്ലല്ലോ. ആ ഒരു വിളിയാണ് നമ്മുടെ സച്ചി വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, പൗഡർ എടുത്തി ദേ ഏതായാലും പൗഡർ എടുത്തിയുടെ കടയ്ക്ക് വേണ്ടി ഈ ബിസിനസ്സിന് വേണ്ടി ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. എന്നാ പിന്നെ ദേ ഈ കാർഡും കൂടി ഒന്ന് കൊടുത്തേരെ. ഇതേ എൻ്റെ കാർഡാ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോകണമെന്ന് ആവശ്യമുള്ളവരൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നവരൊക്കെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓട്ടം കിട്ടുമല്ലോ. ഏതായാലും ഏടത്തി ഇറങ്ങി തിരിച്ചല്ലോ ഏടത്തിയുടെ ബിസിനസ്സുമായിട്ട്. എന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ എൻ്റെ ഈ ഒരു കാർഡും കൂടെ കൊടുത്തേക്കാൻ പറഞ്ഞ് ആ ഒരു കാർഡും കൂടെ കൊടുക്കുകയാണ്. ശ്രുതി മനസ്സോടെ മേടിച്ചോണ്ട് അങ്ങ് പോയി കേട്ടോ. ശ്രുതിക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് കുട്ടീനെ ഒന്ന് കണ്ടാൽ മതി എന്നേ ഉള്ളൂ. അതിനിടയിൽ നമ്മുടെ രേവതി പറയുന്നുണ്ടായിരുന്നു, അവർ ഫുഡ് കഴിച്ചിട്ടില്ല, ക്യാൻറ്റീനിൽ പോയി അവർക്ക് ഫുഡ് മേടിക്കണം, എനിക്കും മരുന്ന് കഴിക്കാനുള്ളതാ, ഫുഡ് കഴിക്കണം, എന്നിട്ട് ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അവരവിടെ നിന്ന് പോവുമല്ല, ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഈ സമയത്ത് വെപ്രാളപ്പെട്ട് നമ്മുടെ ശ്രുതി ഓടി ചെന്നു കേട്ടോ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടീനെ കണ്ടത് നമ്മുടെ ശ്രുതിക്ക് സഹിക്കുന്നില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയല്ലേ, ഒന്ന് ഓർത്ത് നോക്കിയ സ്വന്തം അമ്മയല്ലേ. ഒന്നാമതേ പരിചരിക്കാനോ അങ്ങനെ ഒരു കാര്യത്തിനൊന്നും പറ്റുന്നില്ല. സ്വന്തം അമ്മയായിട്ട് പോലും അതിനോടൊന്ന് എടുത്ത് മടിയിൽ വെച്ച് കൊഞ്ചിക്കാനോ അങ്ങനെ ഒന്നും ആ കൊച്ചിന് നമ്മുടെ ശ്രുതി ചെയ്യുന്നില്ല. ആ ഒരു കുറ്റബോധം നമ്മുടെ ശ്രുതിയുടെ ഉള്ളിലുണ്ട്, അത് വേറെ കാര്യം. അപ്പം അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ ശ്രുതി ഓടി ചെന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അമ്മേ എനിക്കിത് കാണാൻ വയ്യ മോനെ, നീ എണീക്കടാ, നിന്റെ ചേച്ചി വന്നടാ, നിന്റെ ആൻറ്റി വന്നടാ, കല്യാണി ആൻറ്റി വന്നടാ, എണീക്കടാന്ന് പറഞ്ഞ് കുട്ടീനെ വിളിക്കും. അപ്പം കുട്ടി ഇച്ചിരി അങ്ങോട്ട് കിട്ടിയിട്ടില്ല, അബോധാവസ്ഥയിൽ തന്നെയാണ് കിടക്കണത്. അപ്പം ഭയങ്കരമായിട്ട് കരച്ചില്ല. എന്നിട്ട് ഓരോന്ന് എണ്ണിപ്പിറക്കി നമ്മുടെ ശ്രുതി പറയുക, എന്ത് ചെയ്യാനാടാ, നീ എൻ്റെ മോനായിട്ട് പോലും നിന്നെ ഒന്ന് കൊഞ്ചിക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ, എന്ത് ചെയ്യാനാ. ഈ അമ്മ ഒരു എന്താ പറയുക, ഒരു മഹാപാവിയായി പോയില്ലേ. അമ്മയ്ക്ക് എൻ്റെ മോനെ ഒന്ന് കൊഞ്ചിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എൻ്റെ ജീവിതം കെട്ടി ഉയർത്തുന്നതിൻ്റെ ഇടയിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത്. അമ്മയ്ക്കിപ്പം വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് മോനെ എന്ന് പറഞ്ഞ് ഭയങ്കര കാർച്ച. അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, കല്യാണി മോളെ നീ കരയല്ലേ, കരയാതിരിക്കുക, അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവന് ഓപ്പറേഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു, 2 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യാന്നാ പറഞ്ഞ, കുഴപ്പമൊന്നുമില്ല. എങ്കിലും അമ്മ എൻ്റെ മോനെ ഒന്നും എനിക്ക് അവൻ്റെ കൂടെ എനിക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ കൂടി പറ്റണില്ലല്ലോ. അവൻ കിടക്കണ കണ്ടില്ലേ, അവൻ കുഞ്ഞല്ലേ, അവൻ എന്ത് വേദനിച്ച് കാണും. ആ കാറ് വന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തിയപ്പോൾ അവൻ്റെ മനസ്സ് എന്ത് പെടഞ്ഞു കാണും. എനിക്കിതൊന്നും കാണാനുള്ള ശേഷിയില്ല. എൻ്റെ ഈശ്വര, എന്തിനാ എന്നെ ഈ ലോകത്തേക്ക് ദൈവം അയച്ചത്? എന്തിനാ മഹാഭാവിയായ എന്നെ ഈ ലോകത്തേക്ക് ദൈവം കൊണ്ടുവന്നത്? വീട്ടുകാരൊരു കല്യാണം ആലോചിച്ചു. നിങ്ങൾ എന്തിനാ അന്ന് ആ കല്യാണം ആലോചിച്ചത്? അതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും വിഷമം എനിക്ക് നേരിടേണ്ടി വരുന്നത്. എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില. അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, മതി നിർത്ത്, നീ കരച്ചിലൊക്കെ നീ നിർത്തിനി. രേവതി സച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരെ ഞാൻ കണ്ടായിരുന്നു. ദേ ഈ കെറ്റിലൊക്കെ എടുത്തോണ്ട് വന്നതേ ഇവിടെ എല്ലാവരെയും ക്യാൻവാസ് ചെയ്യാനാണ്, ബിസിനസ്സിന് വേണ്ടിയാണെന്നൊക്കെയാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംശയമൊന്നും തോന്നൂല അമ്മേ. ഇതിൽ ഒത്തിരി നേരം ഞാനിവിടെ നിൽക്കുന്നില്ല. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ അവർക്കും സംശയം തോന്നൂലോ. അപ്പം പറഞ്ഞു, മോളെന്നാൽ പിന്നെ പോയിട്ട് വാ, ഇപ്പം ഏതായാലും അവരിവിടെ ഉണ്ടല്ലോ. അവർ പോകുന്ന ഉടനെ തന്നെ എന്നെ വിളിക്കണം കേട്ടോ അമ്മേ. ഞാൻ ശ്രുതിയോട് കള്ളം പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്തൊക്കെ ചെയ്യാനാ, ഇനി എന്തൊക്കെ കള്ളങ്ങൾ പറയാനാ. മോളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ വേണ്ട, ഇതൊന്നും വേണ്ട എന്ന്. എല്ലാ സത്യവും തുറന്നു പറഞ്ഞിട്ടായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. എന്നിട്ട് വേണം ആ തള്ള എന്നെ എടുത്ത് വറുത്ത് തിന്നാനായിട്ട്. ഇനി സത്യം അങ്ങോട്ട് പറയാൻ നിന്നാ മതി. ആരാ സൈസ് എന്നറിയാമോ? അമ്മയ്ക്ക് അറിയില്ല. എൻ്റെ അമ്മായിയമ്മയൊക്കെ തന്നെയാ. ആൻറ്റീന്ന് ഞാൻ തേനൂറുന്നത് പോലെ പറയുന്നുണ്ടെങ്കിലും ആ സ്ത്രീ ഉണ്ടല്ലോ, ഒരു വല്ലാത്ത സ്ത്രീ തന്നെയാ. പൈസയ്ക്ക് വേണ്ടി മാത്രമാ ജീവിക്കുന്നത്. നമുക്ക് പൈസ ഇല്ല, ഞാൻ ആരും ഇല്ലാത്തവളാന്ന് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എല്ലാം സഹിച്ച് എല്ലാം ഞാൻ മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കുന്നത്.
നുണ പറഞ്ഞിട്ട് ജീവിക്കാമെങ്കിൽ നുണ പറഞ്ഞിട്ട് ജീവിക്കുക, അത്ര തന്നെ. ഏതായാലും ബിസിനസ് ഒന്ന് മെച്ചപ്പെട്ടോട്ടെ. അത് കഴിയുമ്പോൾ ഞാൻ സുധിയെയും കൂട്ടി വേറൊരു വീട്ടിലേക്ക് മാറും. ഒരു വീട് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് സുധിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. അതൊക്കെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് കുട്ടിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് മനസ്സില്ലാ മനസ്സോടെയാണ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതും നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങ് വരികയാണ്. അപ്പോഴത്തേക്കും ഒരു വഴിക്ക് വെച്ചാണ് കേട്ടോ, ഒരു കെട്ടിടത്തിൻ്റെ, അതായത് ഈ ഒരു വാർഡിൻ്റെയൊക്കെ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ക്യാൻറ്റീനിലേക്ക് പോകാൻ ഇച്ചിരി സ്പേസ് ഉണ്ട്. അവിടെ നിന്നാണ് രേവതി സച്ചിയും കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയെ ഇവർ കണ്ടു. അപ്പോഴത്തേക്കും അതേ ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചു രേവതി. അപ്പം എന്താന്ന് ചോദിച്ചപ്പം, അല്ല നീ കണ്ടായിരുന്നോ? ആരെ? അല്ല ഞങ്ങൾ പറഞ്ഞ ആളെ നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. കണ്ടില്ലേ ആ കുട്ടിയുടെ അവസ്ഥ? പാവം ഉണ്ടല്ലേ. എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. പാവം ആ കുട്ടിക്ക് അമ്മയില്ലെന്നേ. അമ്മയില്ലാത്തൊരു കുട്ടിയാ. പിന്നെ ഒരു ചേച്ചി എങ്ങാണ്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ സച്ചി പറഞ്ഞു, ഓ ഒരു കോച്ചി. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ചേച്ചി ഉണ്ടെന്നൊക്കെ പറയുന്നു. അവളെങ്ങാണ്ട് മലേഷ്യയിലല്ലോ, സോറി, ഗൾഫിലോ എവിടെയോ പുറത്തെങ്ങാണ്ടാ. അവൾ എന്തിനു പോയി കിടന്ന് സമ്പാദിക്കുന്നു? പ്രായമായ ഒരു സ്ത്രീയെയും ഒരു കുട്ടിയെയും ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് അവൾ പോയി കിടന്ന് സമ്പാദിക്കുന്നു. അവളുടെ സുഖം തേടി പോയത് അവള്, അല്ലാതെ വേറൊന്നുമല്ല. ഇത് കേട്ടപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്ന് ശ്രുതി സച്ചി എന്നും പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് എന്താ പൗഡർ എടുത്തി? വേറൊന്നുമല്ല. നമ്മളെല്ലാവരെയും മനസ്സിലാക്കണം. എന്തിനാ വെറുതെ അങ്ങനെ ആ പെങ്കൊച്ചിനെ കുറ്റം പറയുന്നത്? അവർക്ക് ജീവിക്കണമെങ്കിൽ അങ്ങനെ പോയേ പറ്റത്തുള്ളായിരിക്കും. അവരുടെ കടങ്ങളും അവരുടെ ജീവിതവും ഒക്കെ അവരവരല്ലേ നോക്കേണ്ടത്. അവരുടെ കടങ്ങൾ അവരല്ലേ വീട്ടേണ്ടത്. അവരുടെ അവസ്ഥ എന്തെന്ന് അവർക്കല്ലേ അറിയുകയുള്ളൂ. അവര് സുഖിക്കാനാ പോയതെന്ന് സച്ചിയോട് ആരാ പറഞ്ഞത്? അപ്പൊ രേവതി പറഞ്ഞു, അത് ശരിയാ സച്ചേട്ടൻ പറഞ്ഞത് മോശമായി പോയി, വേണ്ട. കാരണം ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്, അറിയാലോ. അപ്പൊ അതിനിടയിൽ അവരും ജീവിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതായിരിക്കും, അല്ലാതെ മനസ്സോട് പോയി നിൽക്കുന്നൊന്നും അല്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്നിട്ട് നമ്മുടെ ശ്രുതി ചോദിച്ചല്ല, നിങ്ങൾ വീട്ടിൽ പോകുന്നില്ലേ? ടയേർഡായില്ലേ രേവതിക്ക് ഭയങ്കര ടയേർഡല്ലേ, പനിയും അല്ലേ, വീട്ടിൽ പോകുന്നില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇല്ല, വീട്ടിൽ നിന്നും ഇപ്പൊ തൽക്കാലം ഞാൻ പോകുന്നില്ല. അവർ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ. ശ്രുതി പൊക്കോ, കാരണം ശ്രുതിയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഞങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ബിസിനസ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പിറ്റേ ദിവസവും ഞങ്ങൾക്ക് അതേപടി തന്നെ കച്ചവടം നടക്കും. അങ്ങനെയല്ലല്ലോ ശ്രുതിക്ക് ഒരു ദിവസം വലിയ ബിസിനസ് അല്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഒരു ദിവസം ഇല്ലാതെ വന്നാൽ പിറ്റേ ദിവസം അത് വലിയ രീതിയിൽ ബാധിക്കുമല്ലോ. മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് പൊക്കോളാൻ പറയാണ് ശ്രുതിയോട്. അതായത് നമ്മുടെ രേവതി തിരിച്ചൊരു വലിയൊരു അടി തന്നെ കാട്ട് കൊടുത്തതാണ് കേട്ടോ. കാരണം അവരെ വലിയ ബിസിനസ്സുകാരാണെന്നുള്ള എപ്പോഴും പറച്ചിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രേവതി നല്ലൊരു നാക്കം കൊണ്ടൊരു അടി കൊടുത്താ. അങ്ങനെ ശ്രുതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി രേവതിയിലൊരു നോട്ടം. അമ്പടി കള്ളി, നീ കൊള്ളാലോ. അപ്പൊ നിനക്ക് ഇതൊക്കെ പറയാൻ അറിയാലേ. കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ നീ പറഞ്ഞു കളഞ്ഞല്ലോ. എന്ത് കാര്യം? എന്താ സച്ചേട്ടാ? എന്ത് കാര്യം എന്ന് നിനക്ക് അറിയണോ? നീ ഇപ്പം ശ്രുതി എടുത്തിനെ കൊള്ളിക്കാൻ വേണ്ടി അല്ലേ അങ്ങനെ പറഞ്ഞത്? ഞാൻ ശ്രുതി എടുത്തിനെ കൊള്ളിക്കാൻ വേണ്ടിയൊന്നും അല്ല അങ്ങനെ പറഞ്ഞത്. നോണ പറയല്ലേ. എന്തിനാ നോണ പറയുന്നത്? നിന്റെ ആ സംസാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു ശ്രുതി എടുത്തിടെ മോഹത്തിനിട്ടൊരു അടി കൊടുത്ത ഫീലായിരുന്നു സത്യം പറഞ്ഞ പുള്ളിക്കാരിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. രേവതി, നീ കൊള്ളാം, നിനക്കും അറിയാം സംസാരിക്കാനൊക്കെ. എൻ്റെ പൊന്നു സച്ചേട്ടാ, സച്ചേട്ടാ ഒന്ന്, ഞാൻ സത്യമല്ലേ പറഞ്ഞത്. നമുക്കൊരു ദിവസം പൂ എടുത്തില്ലെങ്കിൽ നമുക്കന്ന് കച്ചവടം നടക്കില്ല. നമ്മൾ പൂ എടുക്കുന്നില്ല. പൂ എടുത്തിട്ട് കച്ചവടം നടന്നില്ലല്ലോ, ഒക്കെ നമുക്ക് നഷ്ടമാണെന്ന് പറയും. നമ്മൾ പൂ എടുത്തിട്ടൊന്നുമില്ലല്ലോ, അപ്പൊ നമുക്ക് കച്ചവടം നടത്തേണ്ട ആവശ്യമില്ലല്ലോ, നഷ്ടവും വരുന്നില്ലല്ലോ. ഉരുണ്ട് കളിക്കണ്ട, മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനിയാണ് വൺ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ആദിനെയും ആദിയുടെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? ചന്ദ്രോദയത്തേക്കാണ്. അപ്പം അവിടെയാണ് കുറച്ച് ദിവസം അവർ സ്റ്റേ ചെയ്യുന്നത്. ചന്ദ്ര ഉടവാളെടുക്കും. ഏതായാലും ശ്രുതിയുടെ മോനോട് പോര് കുത്തുന്നത് ശ്രുതിക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. ശ്രുതിയുടെ പുന്നാര ആൻറ്റിയല്ലേ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും അതുപോലെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന നല്ലൊരു സായാഹ്നവും ഒക്കെ ആയിക്കോട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്താണ്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.